പുതിയ ആഗോള പ്രശ്നങ്ങളും സുരക്ഷാ വിഷയങ്ങളുമൊക്കെ അതിസങ്കീർണമായതോടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസകൾക്കും ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ അധികൃതർ അതത് രാജ്യങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. കുറഞ്ഞത് 10 യൂറോപ്യൻ രാജ്യങ്ങളെങ്കിലും ഷെങ്കൻ വിസയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഈ ഷെങ്കൻ വിസയുമായി ഈ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അത് കടലിലൂടെ ആയാലും ഫെറിയിലൂടെ ആയാലും കരയിലൂടെ ആയാലും വ്യോമമാർഗമായാലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നതനുസരിച്ച് തങ്ങളുടെ യാത്രാരേഖകൾ കാണിക്കാൻ നിർബന്ധിതരാകും. ഇനി അങ്ങോട്ട് അല്പം കൂടി സങ്കീർണമായിട്ട് ജർമ്മനി, നെതർലൻഡ്സ് അടക്കം 10 രാജ്യങ്ങളാണ് ഇപ്പോൾ ഷെങ്കൻ വിസയുമായി വരുന്ന യാത്രക്കാരെ രൂക്ഷമായ അല്ലെങ്കിൽ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചില രാജ്യങ്ങൾ ഈ നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 2 വർഷത്തേക്കെങ്കിലും ഈ നടപടികൾ തുടരുമെന്നാണ് ഈ 10 യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട്. ഇനി അങ്ങോട്ട് പാസ്പോർട്ട് കാണിക്കാതെ ബെർലിനിൽ നിന്ന് റോമിലേക്ക് വിമാനത്തിൽ പറക്കുന്നത് അതിസങ്കീർണമായേക്കാം. ഷെങ്കൻ രാജ്യങ്ങളുടെ ആഭ്യന്തര അതിർത്തി പരിശോധനകൾ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. ഭൂഖണ്ഡത്തിലെ പ്രശസ്തമായ അതിർത്തിരഹിത യാത്ര ഇനി വിസ എടുക്കുന്നതിൽ മാത്രമാണ് ആയാസരഹിതമെന്ന് കരുതേണ്ട. യാത്രയും ഇനി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. ദേശീയ സുരക്ഷാ ഭീഷണികൾ, കുടിയേറ്റ സമ്മർദ്ദങ്ങൾ എന്നിവയാണ് ഷെങ്കൻ അതിർത്തി നിയമങ്ങളിലെ ആർട്ടിക്കിൾ 25ഉം 29ഉം ഒക്കെ പ്രകാരം അതിർത്തി ആഭ്യന്തര പരിശോധനകൾ ശക്തമാക്കാൻ അതത് രാജ്യങ്ങളെ ഇപ്പോൾ നിർബന്ധിതരാക്കിയിരിക്കുന്നത്. വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, ബിസിനസ് യാത്രക്കാർ ഇവർക്കൊക്കെ വ്യക്തമായ യാത്രാ തിരിച്ചൽ രേഖകൾ പരിശോധിക്കേണ്ടി വരും. യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിൽ അല്പം കൂടി സങ്കീർണതകൾ കൂടുമെന്ന് ചുരുക്കം. ക്രമരഹിതമായ കുടിയേറ്റവും കള്ളക്കടത്തും ചെറുക്കുന്നതിന് ജർമ്മനി 2024 സെപ്റ്റംബറിൽ തന്നെ 1ലധികം ലാൻഡ് ക്രോസിങ്ങുകളിൽ അതിർത്തി പരിശോധനകൾ പുനഃസ്ഥാപിച്ചിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. 2025 സെപ്റ്റംബർ 15 വരെ ഈ പരിശോധനകൾ നീട്ടിയിട്ടുണ്ടെന്ന് ജർമ്മനി അറിയിച്ചിട്ടുണ്ട്. പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ഓസ്ട്രിയ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ് ഈ രാജ്യങ്ങളുമായുള്ള അതിർത്തികളിലാണ് ജർമ്മനി തങ്ങളുടെ പരിശോധനകൾ കടുപ്പിച്ചിരിക്കുന്നത്. ട്രെയിനിലോ കാറിലോ യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ട് അല്ലെങ്കിൽ ദേശീയ ID കയ്യിൽ വേണം. ഭീകരാശങ്കകളും ഒളിമ്പിക്സ് പോലുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ട വർദ്ധിച്ച സുരക്ഷാ പ്രശ്നത്തെ തുടർന്നാണ് ഫ്രാൻസിൻ്റെ അതിർത്തികളിൽ ആഭ്യന്തര പരിശോധനകൾ കർശനമാക്കാൻ തുടങ്ങിയത്. 2024 നവംബർ 1 ജർമ്മനിക്കൊപ്പം ഫ്രാൻസും ആരംഭിച്ച ആ പരിശോധന ഏപ്രിൽ അവസാനം വരെ നിലനിൽക്കുമെന്നാണ് സൂചന. പക്ഷേ വരും മാസങ്ങളിലും ഈ പരിശോധന തുടരാനാണ് ഫ്രാൻസിൻ്റെ തീരുമാനം. ബെൽജിയം, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അതിർത്തികളിലും പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും ഫ്രഞ്ച് അധികൃതർ പരിശോധന ശക്തമാക്കി കഴിഞ്ഞു. സ്റ്റേഡിയങ്ങളിലും മറ്റ് ഉയർന്ന സുരക്ഷാ മേഖലകളിലുമൊക്കെ ID നിർബന്ധമായും കരുതിയിരിക്കണമെന്ന് ഷെങ്കൻ യാത്രികരോട് ഇപ്പോൾ തന്നെ ഫ്രാൻസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കുടിയേറ്റക്കാരുടെ പ്രശ്നം തന്നെയാണ് നെതർലൻഡ്സിനെ അലട്ടുന്നത്. കുടിയേറ്റക്കാരുടെ വർദ്ധിച്ച ഒഴുക്ക് തടയുന്നതിനായിട്ട് നെതർലൻഡ്സ് തങ്ങളുടെ പ്രധാന ഗതാഗത കേന്ദ്രങ്ങളിൽ ആഭ്യന്തര പരിശോധനകൾ ഒന്നുകൂടി കർശനമാക്കി. ഡിസംബർ 9 മുതൽ ആരംഭിച്ച പരിശോധന ജൂൺ അവസാനം വരെ തുടരുമെന്നാണ് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴത്തെ സ്വിറ്റ്സർലൻഡിലെ ഈ അവസ്ഥയിൽ കുടിയേറ്റം രൂക്ഷമായി തുടരുന്നത് കൊണ്ട് തന്നെ ആ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട്. വിമാനത്താവളങ്ങൾ, ഫെറി ടെർമിനലുകൾ, അന്താരാഷ്ട്ര റെയിൽവേ ഹബ്ബുകൾ എന്നിവിടങ്ങളിലൊക്കെ സ്വിറ്റ്സർലൻഡിൻ്റെ പരിശോധന കർശനമാക്കി കഴിഞ്ഞു. ട്രെയിനിലോ ഫെറിയിലോ എത്തുന്നവർ പരിശോധനയ്ക്ക് തങ്ങളുടെ രേഖകൾ തയ്യാറാക്കി വെക്കണമെന്നാണ് സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള 10 ഷെങ്കൻ രാജ്യങ്ങളുടെ നിർദ്ദേശം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.